Morning. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, Miss. Morning. Good morning, ma'am. Morning. Yes. Okay, ma'am. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനെ. നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനെ. അനുദിനം നിന്നിലടുക്കുന്ന പാദങ്ങൾ നൽകണേ രക്ഷിതാവേ. ഞങ്ങതൻ തെറ്റുകളെല്ലാം പൊറുത്തു നീ കാത്തുകൊള്ളിടണേ നീതിമാനേ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനെ. അടിയങ്ങൾ കേകണി തമ്പുരാനെ. അടിയങ്ങൾ കേകണി തമ്പുരാനെ. Okay. Thank you, Surya. What of the day? Thought of the day, Jana, ma'am. Tomorrow. Education thought of the day for students. Teachers open the door, but you must enter by yourself. If you think education is of the day, a day for students, education is the key that unlocks the golden door to freedom. Thank you, ma'am. Albert Einstein. Yes. Training. ഞാനാണ് മാം. Good morning, Adira ma'am and my dear friends. A warm welcome to everyone to this class. It's great to have you, ma'am, as part of our today's class. Your passion for teaching and dedication to your students will make a real difference in our lives. Education is our passport to the future, for tomorrow belongs to the people who prepare for it today.
വിദ്യാഭ്യാസം നമ്മുടെ ഭാവിയുടെ പാസ്പോർട്ടാണ്. കാരണം നാളെ അതിനായി ഇന്ന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. I sign into Adira Mam's class. Thank you. Have a wonderful day. Okay, thank you. Very good morning to all. Good morning. Good morning, ma'am. Miss. Good morning. നമ്മൾ സൈക്കോളജി എവിടെ വരെ എടുത്തു എന്ന് പറയാമോ? പാരഗ്രാഫ് എടുത്തിരുന്നോ? തുടങ്ങിയായിരുന്നു. ഫസ്റ്റ് പാരഗ്രാഫ് കുറച്ച് പറഞ്ഞായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ് ഓടിയാണോ? മാം അന്ന് ക്ലാസ് മാറി വന്നിട്ട് കുറച്ച് പറഞ്ഞായിരുന്നു. ആ, ഇവിടുന്ന് പറയാം. ഈ പാരഗ്രാഫ് എടുത്തോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സെക്കൻഡ് എടുത്തില്ല. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മനഃശാസ്ത്രം എന്താണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ് കൂടി നോക്കാം. ക്ലാസ്സിൽ എത്രയും പേര് ഉണ്ടാവാറുള്ളൂ? 27 ഉണ്ടാവാറുള്ളൂ. ഉണ്ടാവാറുള്ളൂ. 35 ഒക്കെ ചിലപ്പം കാണും. 35 ഒക്കെ ചിലപ്പം കാണും. ചില ദിവസങ്ങളിൽ 30 അത്രയൊക്കെ ഉള്ളു. മ്യൂട്ട് ചെയ്യണേ. സെക്കൻഡ് പാരഗ്രാഫ് കൂടി നോക്കാം. യൂണിറ്റ് 6 ആണ് സൈക്കോളജി. മാം ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ജസ്റ്റ് ദ മീനിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന് ബാക്കി ഇനിയില്ലേ? മീനിങ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ മോഡേൺ തിയറീസ് ആൻഡ് പ്രാക്ടീസ് അവിടെ നിന്ന് ഇനി സ്റ്റാർട്ട് ചെയ്യണം മാം. സൈക്കോളജി എന്താ അതാണ് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് അത്? Branches of knowledge have a history of recent development. The present is a wing of knowledge which is fast developing. സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് എന്ന് പറയുന്നത് ചെറിയൊരു സബ്ജക്ട് ആണ്. നമ്മൾ പറഞ്ഞ വൈഡ് റേഞ്ച് ഓഫ് ബ്രാഞ്ചസ് അതിന് കീഴിൽ വരുന്നുണ്ട്. അതായത് 2 ടൈപ്സ് വരുന്നുണ്ട്. പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്, പ്യുവർ സൈക്കോളജി ഉണ്ട്. ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ അപ്ലൈഡ് സൈക്കോളജി, പ്യുവർ സൈക്കോളജി. അപ്ലൈഡ് സൈക്കോളജിയുടെ കീഴിൽ ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? പ്യുവർ സൈക്കോളജിയുടെ കീഴിൽ ഒരുപാട് ബ്രാഞ്ചസുകൾ വരുന്നുണ്ട്. പഠിക്കാനില്ല എങ്കിൽ നമുക്കതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. എന്തായിരിക്കും അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ് കേട്ടോ. അപ്ലൈഡ് സൈക്കോളജി കേട്ടിട്ടുണ്ടോ? അപ്ലൈഡ് സൈക്കോളജി എന്താണ്? പ്യുവർ സൈക്കോളജി. പ്യുവർ സൈക്കോളജി എന്ന് പറഞ്ഞാല് കേവല മനഃശാസ്ത്രം. അതായത് നമ്മുടെ തിയറീസുകളാണ് എന്തിൽ വരുന്നത്? പ്യുവർ സൈക്കോളജിയിൽ. നമ്മുടെ സൈക്കോളജിയിൽ വരുന്ന തിയറി, കോൺസെപ്റ്റ്, ടെക്നിക്സുകൾ, കാര്യങ്ങളൊക്കെയാണ് പ്യുവർ സൈക്കോളജിയിൽ വരുന്നത്. അപ്പൊ അപ്ലൈഡ് സൈക്കോളജിയിൽ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഈ പ്യുവർ സൈക്കോളജിയിൽ കണ്ടെത്തിയിരിക്കുന്ന തിയറീസ് ഇല്ലേ, ആ തിയറിയുടെ ആപ്ലിക്കേഷൻസ് ആണ് ഇതിൽ വരുന്നത് അപ്ലൈഡ്. നമ്മൾ അപ്ലൈ ചെയ്യണം. ആ തിയറിയിൽ നിന്നുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നത്. ഓക്കെ, അതായത് പ്യുവർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? തിയറീസ് ആണ്. തിയറീസ്, കോൺസെപ്റ്റ്സ് ഒക്കെയാണ് പ്യുവർ സൈക്കോളജിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നമ്മളുടെ വ്യത്യാസം മനസ്സിലായോ? പുവർ സൈക്കോളജി ഒന്നും കൂടെ പറയും. എന്താ? പുവർ സൈക്കോളജി ഒന്നും കൂടെ പറയും. നിങ്ങളതൊന്ന് ഡെഫിനിഷൻ പോലെ ഒന്ന് നോട്ട് ചെയ്തോളൂ. പ്യുവർ സൈക്കോളജി, പ്യുവർ സൈക്കോളജി, പ്യുവർ സൈക്കോളജി. It formulates principles, comma, theories, principles, comma, theories, and techniques.
and techniques for the study of human behavior. For the study of human behavior. For the study of human behavior. ഒന്നുകൂടി പറയാം. It formulates principles, theories, and techniques for the study of human behavior. എന്താണ് പ്യൂർ സൈക്കോളജി എന്ന് പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടുള്ള തിയറീസ് ആണ് നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നത്? Human behavior. Yes, human behavior principles, theories and techniques ആണ് നമ്മള് പ്യൂർ സൈക്കോളജിയിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പ്യൂർ സൈക്കോളജി എന്താണെന്ന്? Yes, ma'am. യെസ്. അപ്പൊ അപ്ലൈഡ് സൈക്കോളജി എന്തായിരിക്കും? അപ്ലൈഡ് സൈക്കോളജി നോട്ട് ചെയ്യാം. The generated theories applied, sorry, the generated theories are applied. The generated theories are applied to solve problems. Applied to solve problems. To solve problems in real life situations. In real life situations. The generated theories are applied to solve problems in real life situation. That is applied psychology. എന്താണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്? നമ്മള് പ്യൂർ സൈക്കോളജിയിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ്, അത് പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ്, ഇവയെല്ലാം നമ്മള് ഒരു പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? Yes, ma'am. Yes, ma'am. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. അതിന്റെ ഫീൽഡിൽ കുറെ ബ്രാഞ്ചസ് വരുന്നുണ്ട്. ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. കയ്യിൽ നോട്ട്സ് ഉണ്ടോ? എഴുതിയതാണല്ലേ. ഓക്കെ, അപ്ലൈഡിന്റെ ബ്രാഞ്ചസിൽ വരുന്ന അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്ന ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്ലൈഡ് സൈക്കോളജിന് ഹെഡിങ് കൊടുക്കുക. ഇതിന് കീഴിൽ വരുന്ന ബ്രാഞ്ചസ്, അതർ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി, പെട്ടെന്ന് എഴുതിക്കോളൂ കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, education psychology, clinical psychology, forensic psychology, forensic psychology, forensic psychology, military psychology, military psychology, military psychology, political psychology, political psychology, military psychology, political psychology, just a second, wait ചെയ്യണേ.
ഓക്കെ, നോട്ട് ചെയ്തായിരുന്നോ? അപ്ലൈഡ് സൈക്കോളജി ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് വരുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി, പൊളിറ്റിക്കൽ സൈക്കോളജി. ഇനി പ്യുവർ സൈക്കോളജിയിൽ വരുന്നത് കേട്ടോ, നോട്ട് ചെയ്യാം കേട്ടോ. പ്യുവർ സൈക്കോളജിയിൽ വരുന്നത് ജനറൽ സൈക്കോളജി. പ്യുവർ സൈക്കോളജിയുടെ ബ്രാഞ്ചിൽ വരുന്നതാണ് ജനറൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, social psychology, child psychology, child psychology, child psychology, abnormal psychology, abnormal psychology, abnormal, abnormal psychology, physiological psychology, physiological psychology, physiological psychology, parapsychology, 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 yes, experimental psychology, experimental psychology, experimental psychology, മാം എക്സ്പെരിമെന്റിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു തരുമോ? EXPERIMENTAL, MENTAL, experimental, EXPERIMENTAL. Okay. ഓക്കെ മാം. യെസ്, ഏതൊക്കെയാണ് അപ്പോ പ്യൂർ സൈക്കോളജിയിൽ വരുന്നത്? general psychology, social psychology, child psychology, normal psychology, normal സൈക്കോളജി. യെസ്, ഓക്കെ. ഇത്രയും ബ്രാഞ്ചസ് മാത്രമല്ല, ഒട്ടനവധി ബ്രാഞ്ചസുകൾ അനേകം വരുന്നുണ്ട്. ഇത്രയും ബേസിക് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് മനസ്സിലായില്ല, ഇതൊരു ചെറിയൊരു ബ്രാഞ്ച് അല്ല, ചെറിയൊരു സബ്ജക്റ്റ് അല്ല സൈക്കോളജി എന്ന് പറയുന്നത്. വൈഡായിട്ട് കിടക്കുന്ന ഒരു വലിയൊരു സയൻസ് തന്നെയാണ്, വലിയൊരു ശാസ്ത്രമാണ്. മനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മെന്റൽ സയൻസ് ആണ് എന്ത് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മിക്സ് ഓഫ് നോളജ് എന്ന രീതിയിൽ ഇതിനെ അറിയപ്പെടുന്നത്. മാത്രമല്ല ഇത് ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആയിട്ട് നടക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഈ സൈക്കോളജി പുതിയ കണ്ടുപിടുത്തങ്ങൾ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിയറീസ്, മനുഷ്യ മനസ്സുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, എക്സ്പീരിമെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ്, പുതിയതായിട്ടുള്ള തിയറീസ് വരെ പുതിയതായിട്ട് ശാസ്ത്രജ്ഞന്മാരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, സൈക്കോളജിസ്റ്റുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് വളർന്നു വരുന്ന ഒരു ശാസ്ത്രവും കൂടിയാണ് എന്താ സൈക്കോളജി എന്ന് പറയുന്നത്. In fact, modern psychology has its development from the second half of the 19th century. Modern psychology എപ്പോഴാണ് ഡെവലപ്ഡ് ആയത്? ഏത് സെഞ്ചുറിയിലാണ്? 19th century, second half of the 19th centuryയിലാണ് എന്ത് modern psychology ഡെവലപ്ഡ് ആയത്. Now it's have different wings and many research and creations are still being processed. പക്ഷെ അപ്പൊ ഡെവലപ്പ് 19th സെഞ്ചുറിയിൽ ഡെവലപ്പ് ചെയ്തെങ്കിലും ഇപ്പൊ എന്താണ്, ഇതിപ്പോ വളരെ ഒരു
വലിയൊരു ശാസ്ത്രമായിട്ടൊരു പല തിങ്സിലും പല ബ്രാഞ്ചസ് ആയിട്ടുള്ള ഒരു ശാസ്ത്രമായിട്ട് ഇതിന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള റിസർച്ച് പ്രോസസ്സുകൾ ഇങ്ങനെ പ്രോഗ്രസ്ഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ചെറിയൊരു സബ്ജക്റ്റ് അല്ല. സൈക്കോളജി ഒരിക്കലും ചെറിയൊരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. ഓക്കെ, പക്ഷെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയൊരു ഭാഗങ്ങൾ മാത്രമേ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നുള്ളൂ. Psychology is usually defined as the study of human behavior. സൈക്കോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഇത് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, മറന്നു പോകരുത്. Psychology is usually defined as the study of human behavior. മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. Some psychologists have gone a step forward. They state that psychology is the science of behavior and cognitive process. നമുക്കറിയാം ഓരോ സൈക്കോളജിസ്റ്റുകളും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നവരാണ് അല്ലെ. എല്ലാവരും ഒരേ കോൺസെപ്റ്റും ഒരേ തിയറീസിലൂടെ അല്ല അവര് ഓരോ കാര്യങ്ങളും തെളിയിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പല രീതിയിൽ പല സൈക്കോളജിസ്റ്റിന് പല മെത്തേഡ്സ് ഉണ്ട്. കോഗ്നിറ്റീവ് തിയറി തന്നെ വ്യാശ്യത മാത്രമല്ല, വ്യാശ്യ മാത്രമുള്ള കോഗ്നിറ്റീവ് തിയറീസിനെ കുറിച്ച് മറ്റ് സൈക്കോളജിസ്റ്റുകൾ അവരുടേതായ കണ്ടെത്തലുകളില് മനുഷ്യനെ ഇത്ര ഘട്ടങ്ങളുണ്ട്, ഇത്ര ഘട്ടത്തിലൂടെ ഈ ഒരു സ്റ്റേജിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നതെന്ന് അവരുടേതായ രീതിയിൽ അവര് പഠിച്ച കാര്യങ്ങളനുസരിച്ചിട്ട് അവര് പല തിയറീസ് തയ്യാറാക്കി. ഓരോ സൈക്കോളജിസ്റ്റിനും വ്യത്യസ്തമായിട്ടാണ് ഓരോ കോൺസെപ്റ്റിനെയും നോക്കിക്കാണുന്നത്. ഓക്കെ, അപ്പൊ ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് കുറച്ചുകൂടി ഒരു അവരെന്താ പറയാ വ്യത്യസ്ത രീതിയിൽ നോക്കിക്കാണുമ്പോൾ സൈക്കോളജി എന്ന സബ്ജക്റ്റ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. അതായത് നമ്മൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് സൈക്കോളജി. അതായത് നിങ്ങളുടെ മനസ്സിൽ സൈക്കോളജിനെ കുറിച്ച് നിങ്ങളിപ്പോ പെരുമാറ്റത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പലരും വേറെ രീതിയിൽ ചിന്തിക്കാം. അത് അങ്ങനെയുള്ള ഒരു പഠനമല്ല, ഇന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ മനസ്സിൽ അത് രൂപപ്പെട്ടു വരുന്നത്. അതേപോലെ തന്നെ എന്താണ് ഓരോ സൈക്കോളജിസ്റ്റുകളും അതിനെക്കുറിച്ച് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സൈക്കോളജി ഇസ് ദി സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണ്? സൈക്കോളജി എന്ന് പറയുന്നത് അതൊരു സയൻസ് ഓഫ് ബിഹേവിയറുമാണ്, അതോടൊപ്പം തന്നെ കോഗ്നിറ്റീവ് പ്രോസസ് ആണ്. എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്? കോഗ്നിറ്റീവ് പ്രോസസ് പെരുമാറ്റത്തെ കുറിച്ച് പഠനം മാത്രമാണോ ഇത്? മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനം മാത്രമാണോ ഇത്? ആണോ? പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനം മാത്രമാണോ സൈക്കോളജി എന്ന് പറയുന്നത്? അല്ല. സൈക്കോളജി സയൻസ് ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. കോഗ്നിറ്റീവ് പ്രോസസ്സിനും കൂടി പ്രാധാന്യമുണ്ട്. നമ്മൾ കോഗ്നിറ്റീവ് തിയറി പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ 4 സ്റ്റേജ് പഠിച്ചത്. യെസ്, ആ 4 സ്റ്റേജിൽ നമ്മൾ എന്താ പഠിച്ചത്? ആ 4 ഘട്ടങ്ങളിൽ അല്ലെ, അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ് മുതൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് വരെയുള്ള ഘട്ടങ്ങളിൽ കുട്ടികളുടെ ഡെവലപ്മെന്റ്സ്, അവിടെ കുട്ടികളുടെ പെരുമാറ്റം ഏതൊക്കെ പീരീഡ്സിൽ 0 to 2 years കുഞ്ഞ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, 2 to എത്ര ഇയേഴ്സ് ആണ്? 0 to 2 years കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇയർ ഏതാണ് തുടങ്ങുന്നത്? 2 to 7. ഓക്കെ, ആ ഒരു കാലഘട്ടങ്ങളിൽ ആ ഒരു സമയത്ത് കുട്ടികളിൽ എത്രത്തോളം കോഗ്നിറ്റീവ് പ്രോസസ്സ് നടക്കുന്നുണ്ട്, ബിഹേവിയർ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ചില രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇതിന് എന്തായിട്ട് നമുക്ക് പറയാം? ഇതൊരു പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനം മാത്രമല്ല, കോഗ്നിറ്റീവ് പ്രോസസ്സിനും കൂടി അവിടെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാൻ സാധിക്കും. പല സൈക്കോളജിസ്റ്റുകൾ അങ്ങനെ അതിന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. സൈക്കോളജി ഇസ് ദി സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. Psychology is the science of behavior and cognitive process. Those who work in the field of education are concerned with education psychology, which application of the psychological principles to education. Okay? Those who work in the field of education are concerned with the educational psychology, the application of സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ടു എഡ്യൂക്കേഷൻ. എന്തിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ലേണിംഗ് സിറ്റുവേഷൻസിൽ നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനിൽ പഠിച്ച തിയറീസ് ആൻഡ് ടെക്നിക്സുകളാണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഒരു എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു പഠനം കൂടിയാണ്? എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ നമുക്ക് പലതരത്തിലുള്ള മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നത്. ആരെങ്കിലും എടുത്തായിരുന്നു നിങ്ങൾക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ചാപ്റ്റർ യൂണിറ്റ് 7? ഇല്ല മാം. എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തിട്ടില്ല. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി വിച്ച് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ടു എഡ്യൂക്കേഷൻ. ഇറ്റ് ക്യാൻ ബി കോൾഡ് അപ്ലൈഡ് സൈക്കോളജി. ഇത് നമുക്ക് എന്ത് പറയാം? അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയാം. അതായത് നമ്മൾ പ്യുവർ സൈക്കോളജിയിൽ ഉൾപ്പെടുന്ന തിയറീസ് എവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിലേക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ തിയറീസ് നമ്മൾ പഠിക്കും അല്ലെ? തിയറീസ് പഠിച്ചിട്ട് നമ്മൾ അത് എവിടെ പോയാണ് പ്രയോഗിക്കുന്നത്? നിങ്ങളിപ്പോ കുറെ തിയറി പഠിച്ചു, നിങ്ങൾ ഇനി ഇത് എവിടെ പോയാണ് പ്രാക്ടിക്കൽ ചെയ്യാൻ പോകുന്നത്? എവിടെ പോയാണ്? സ്കൂളിൽ പോയിട്ട് അല്ലെ? അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവിടെ പോയി അപ്ലൈ ചെയ്യാൻ. അതാണ് യെസ് പ്യുവർ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ച മെത്തേഡ്സ്, ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ് ഒക്കെ അതേ രീതിയിൽ തന്നെ കുട്ടികളിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. ക്ലാസ്സുകളിൽ ചെന്നതിന് ശേഷം നിങ്ങൾ പഠിച്ച ടെക്നിക്ക് അനുസരിച്ചിട്ടാണ്, ആ തിയറി അനുസരിച്ചിട്ടാണ് നിങ്ങൾ അവിടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രാക്ടിക്കലി അപ്ലൈഡ് ആയി. മനസ്സിലായോ? ഓക്കെ, ആ ഒരു വ്യത്യാസം മനസ്സിലാണ്. അത്രേ ഉള്ളൂ. വേറെ അതിലൊന്നും വേറെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കാനില്ല. അത്രേ ഉള്ളൂ. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ കുറെ മെത്തേഡ്സ് പഠിക്കും. ആ പഠിച്ച കാര്യങ്ങള് നമ്മൾ ക്ലാസ് മുറിയിൽ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ. Yes. All teachers learn education psychology as a part of the training process. അപ്പൊ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലെ? എന്തിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നത്? ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തില് എഡ്യൂക്കേഷൻ സൈക്കോളജി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് അല്ലെ? നമുക്ക് ആ ടെക്നിക്സ് ആൻഡ് തിയറീസ് ആണ് നമ്മുടെ സ്കൂളിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണ്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിന്റെ നേച്ചർ, അതിന്റെ സ്കോപ്പ് എന്താണ്, ഇതെല്ലാം അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് ക്ലാസ് മുറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിയും അതേപോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകളാണ്. ഓക്കെ, യെസ്. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? Yes, ma'am. Yes. Very recently, another wing of psychology has shown fast and dynamic progress, which is developmental psychology or lifespan psychology, which deals with changes in behavior and cognitive process over the lifespan. ഇനി സൈക്കോളജിയുടെ പെട്ടെന്ന് ഒരു ഇടക്കാലത്ത് വെച്ച് ഒരു ഡെവലപ്പ് ചെയ്തു വന്ന മറ്റൊരു ശാസ്ത്ര ശാഖയാണ് എന്ത്? ഡെവലപ്മെന്റൽ സൈക്കോളജി, വികസന മനഃശാസ്ത്രം. എന്താണ് വികസന മനഃശാസ്ത്രം എന്ന് പറയുന്നത്? ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് ഇതിനെ പറയാറുണ്ട്. എന്തിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമായിരിക്കും ലൈഫ് സ്പാൻ സൈക്കോളജി അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് ഓഫ് ദ ലൈഫ് സ്പാൻ. ഇതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. എന്താണത് ഡീൽ ചെയ്യുന്നത്? കോഗ്നിറ്റീവ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, പെരുമാറ്റത്തിലെ മാറ്റങ്ങളെ കുറിച്ചിട്ട്, ബിഹേവിയറൽ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. Another wing of psychology, the fast dynamic progress is developmental psychology or lifespan psychology. ആ പേരൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നും പറയാറുണ്ട്, നമ്മള് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയാറുണ്ട്. അണ്ടർലൈൻ ചെയ്തതാ. ചിലപ്പോ എക്സാമിൽ ലൈഫ് സ്പാൻ സൈക്കോളജി എന്നായിരിക്കും കാണുന്നത്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഡെവലപ്മെന്റ് സൈക്കോളജിയുടെ മറ്റൊരു പേര് തന്നെയാണത്. ഓക്കെ,
അപ്പോ ഡെവലപ്മെന്റൽ സൈക്കോളജി വികസന മനഃശാസ്ത്രത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഡീൽ ചെയ്യുന്നത്? It deals with the change in behavior and the cognitive process of the lifespan. Okay. ഇത് ഉണ്ടായിരിക്കുന്നത് നോട്ട് ചെയ്യണേണോ? Yes, ma'am. Yes, ma'am. മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു പോകും, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പറയണം എന്നാണ്. ഓക്കെ. Okay, ma'am. ചിലപ്പോ വിചാരിച്ച ചിലപ്പോ അങ്ങ് പറഞ്ഞു പോകും. മാം ഈ ഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈനാമിക്സ് എന്ന സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഒറ്റ നേച്ചർ ആണോ സൈക്കോളജിക്ക്? അല്ല. നേച്ചർ ആണ്. അതേ സ്വഭാവമുള്ള ഒരു സയൻസ് ആണോ അത്? അല്ല. പിന്നെ എങ്ങനെയുള്ള ഒരു സയൻസ് ആണ്? കുട്ടികളുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് അറിയുന്നു. ഡൈനാമിക് എന്ന് പറഞ്ഞ എന്തായിരിക്കും? കുട്ടികളുമായി കണ്ടിന്യൂസ് പ്രോസസ് അല്ല മാം? യെസ്, വെരി ഗുഡ്. എന്താണ് മേഘ്ന? അല്ല, കണ്ടിന്യൂസ് ഇതല്ലേ അത് ഗ്രോത്തിന്? കണ്ടിന്യൂസ് ആണ്, വളരെ ചലനാത്മകമായിട്ട് എന്നൊക്കെ വേണ്ടി നമുക്ക് പറയാം അല്ലെ. അതായത് ഒരു ബിഹേവിയറിൽ പറ്റുന്ന മാറ്റങ്ങളുണ്ട്. നമ്മുടെ ബിഹേവിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പറഞ്ഞു. അതായത് ഒരേ സ്വഭാവം തന്നെ നമുക്ക് എത്ര സമയം നിൽക്കും? ഒരേ സ്വഭാവം തന്നെ ആയിരിക്കും ഓരോ സെക്കൻഡ് കൂടുമ്പോഴും നമുക്ക് ആയിരിക്കോ? അല്ലെ, പല രീതിയിൽ നമുക്ക് വ്യത്യാസം. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത്ര നേരം ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു, പെട്ടെന്നാണ് ഒരു സംശയം വന്നത്. അപ്പൊ നിങ്ങളുടെ സ്വഭാവത്തിന് ചെറിയ വ്യത്യാസം വന്നു അല്ലെ. അപ്പൊ എല്ലാവർക്കും ആ സംശയം വന്നു. അപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഡൈനാമിക് പ്രോഗ്രസ് അവിടെ നടക്കും. ചലനാത്മക പെരുമാറ്റത്തില് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് ചലനാത്മകമായിട്ട് നമ്മുടെ അതാണ് അതിനോടെ ഡൈനാമിക് പ്രോഗ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതായത് മനുഷ്യന്റെ സ്വഭാവത്തിൽ, മനുഷ്യന്റെ പെരുമാറ്റത്തില് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ. ഒരാള് പോലും ഒരേ രീതിയിലുള്ള സ്വഭാവം എല്ലാം പിന്തുടരുന്നത് അല്ലെ. അവർക്ക് എപ്പോഴും ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് ആണ് അല്ലെ. നമ്മുടെ സ്വഭാവം ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. എപ്പോ വേണമെങ്കിൽ നമ്മുടെ മനസ്സ് പല രീതിയിൽ ചിന്തിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. പല രീതിയിൽ ഇപ്പൊ തന്നെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്നതാണെങ്കിലും പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യങ്ങള്, മറ്റു കാര്യങ്ങളെല്ലാം ക്ലാസ് റിലേറ്റഡ് അല്ലെങ്കിൽ അതർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ഡൈനാമിക് പ്രോസസ് ആണ്, പ്രോഗ്രസ് ആണെന്ന രീതിയിൽ പറയുന്നത്. മനസ്സിലായോടോ? മനസ്സിലായി മാം. ഇതൊരു സർക്കിൾ പോലെയല്ലേ മാം? സർക്കിളൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അല്ല, സർക്കിള് പോലെ രൂപപ്പെടുന്നു അങ്ങനെയല്ലേ പറയും? പോലെ രൂപപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ. അല്ല, ഞാൻ പറഞ്ഞതാ, നിന്ന് പറഞ്ഞതാ. ഇല്ല, നമുക്ക് സൈക്കോളജിനെ സർക്കിൾ ആയിട്ട് രൂപപ്പെടുത്താൻ പറ്റില്ല. കാരണം സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിൽ തുടങ്ങി ഒന്നിൽ തന്നെ അവസാനിക്കുന്നതായിരിക്കും ചിലപ്പോ അല്ലെ. പക്ഷെ പെരുമാറ്റം ഒക്കെയാണ് ഓരോ മനുഷ്യന്റെ പെരുമാറ്റം. ഈ ഒരു സ്വഭാവത്തിൽ തുടങ്ങി ആ ഒരു സ്വഭാവത്തിൽ അവസാനിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല മാം, പറയാൻ പറ്റില്ല. അതാണ് ബിഹേവിയർ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി നടക്കുന്ന സംഭവമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞത് ഓക്കെ. ഇപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോളജി ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. വികസന മനഃശാസ്ത്രം. അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ പറയുന്നത്? ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടെന്നാണോ പറഞ്ഞത്? ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോളജി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ലൈഫ് സ്പാൻ സൈക്കോളജി. ലൈഫ് സ്പാൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിലുള്ള നീളം ഉണ്ടാവുന്ന പെരുമാറ്റത്തിലും വൈജ്ഞാനികമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പഠനമായിരിക്കും എന്ത് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ലൈഫ് സ്പാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ആയുഷ്കാല മനഃശാസ്ത്രം. അതാണ് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്നത്. ചലനാത്മകം. ഡൈനാമിക്സ് മീൻസ് ചലനാത്മകം. ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ.
ഇച്ചിരി ഒന്ന് പൊടിക്ക് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇത് ഇച്ചിരി ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കാര്യമുള്ളൂ. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവും സൈക്കോളജിനെ കുറിച്ച്, അങ്ങനെയുള്ള ഒരു ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്നിരിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാൽ മതി, മനസ്സിലാകും. മാക്സിമം ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. യെസ്, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇപ്പൊ മനസ്സിലായോ ലൈഫ് സ്പാൻ സൈക്കോളജി എന്താണ്, ആയുഷ്കാല മനഃശാസ്ത്രം എന്താണെന്ന്? മനസ്സിലായി മാം. ഇനി therefore it is very much related to child psychology and education psychology, which all teachers are want to know. Child psychology is concerned with the development and behavior of children. അപ്പൊ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് 3 രീതിയിലാണ് സൈക്കോളജിനെ അറിയേണ്ടത്. അധ്യാപകർ ഇവിടെ പറയുന്നതല്ല, 3 രീതിയിൽ നമ്മൾ സൈക്കോളജി അറിയണം. കാരണം ഫസ്റ്റ് സൈക്കോളജി എന്താണെന്ന് അറിയണം, എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണെന്ന് അറിയണം, ചൈൽഡ് സൈക്കോളജി എന്താണെന്ന് അറിയണം. ഈ 3 കാര്യങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായ കാര്യങ്ങൾ. ബാക്കി സബ്ജക്ട്സുകൾ പഠിക്കുന്നത് പോലെയല്ല. ബാക്കി സബ്ജക്ട്സുകൾ നമുക്ക് ആ കണ്ടന്റ് നോക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾക്കിപ്പോ മനസ്സിലായില്ലേ, ഇത് പെരുമാറ്റത്തിനെ കുറിച്ചിട്ടുള്ളൊരു പഠനമാണ്. അപ്പൊ കുട്ടികളുടെ പെരുമാറ്റം എപ്പോ എങ്ങനെ വേണമെങ്കിലും മാറാം, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരെപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കണം. അപ്പൊ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? കൃത്യമായിട്ട് സൈക്കോളജി എന്താണ്, എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണ്, ചൈൽഡ് സൈക്കോളജി എന്താണെന്ന് 3 വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. ഇനി ഇപ്പൊ ചൈൽഡ് സൈക്കോളജി എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമായിരിക്കും? ചൈൽഡ് സൈക്കോളജി Behavior of child. യെസ്, ബിഹേവിയർ ഓഫ് ചൈൽഡ് അല്ലേ. ചൈൽഡ് സൈക്കോളജി ഇസ് കൺസേൺഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചൈൽഡ്. കുട്ടികളുടെ വികസനത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഡെഫിനേഷൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പലരും പല രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങളും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നവരുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഡെഫിനേഷൻ കൊടുക്കുന്നവരുണ്ട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡെഫിനേഷൻ കൊടുക്കുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിലാണ് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. സൈക്കോളജിനെ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ മാത്രമാണ്. This wing of the psychology differentiates children from adults and deals with their behavior and development from practical systematic point of view. ഇനി ഞാൻ കാര്യം ചോദിക്കട്ടെ, ചൈൽഡ് സൈക്കോളജിയും അഡൾട്ട്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ അഡൾട്ട്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അഡൾട്ട്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? വലിയ ആൾക്കാര്, മുതിർന്നവർ. ആൾക്കാര് ആണോ? ഓക്കെ, അതായത് ചൈൽഡ് സൈക്കോളജി മുതിർന്നവരിൽ നിന്ന് കുട്ടികളെ വ്യത്യസ്തമാക്കുകയാണ് അല്ലെ. അതായത് അഡൾട്ട്സിന്റെ പെരുമാറ്റ രീതിയല്ല ചൈൽഡ് സൈക്കോളജിയിൽ വരുന്നത്, മറ്റൊരു ശാസ്ത്രശാഖയാണ് അല്ലെ. അഡൾട്ട്സിന്റെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്, സൈക്കോളജിക്കലി ആയിട്ട് വ്യത്യാസം വരുന്നത്. ചൈൽഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്? ചൈൽഡ് സൈക്കോളജിയിൽ ആരെ മാത്രമാണ്? കുട്ടികളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാത്രം, കുട്ടികളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മള് ചൈൽഡ് സൈക്കോളജിയിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് അഡൽട്സിന്റെ സൈക്കോളജിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ അഡൽട്ട് സൈക്കോളജിയും ചൈൽഡ് സൈക്കോളജി തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? അഡൽട്ട് സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുട്ടികള് അഡൽട്ട്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ മുതിർന്നവർ തമ്മിൽ എന്താണ്, ഏകദേശം അവർ സൈക്കോളജിക്കലി ബാലൻസ്ഡ് ആയി കഴിഞ്ഞു അല്ലെ. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മനഃശാസ്ത്രപരമായി മാനസികമായിട്ട് എങ്ങനെയാണ് സ്റ്റേബിൾ ആയവരാണ്. പക്ഷെ ചൈൽഡ് സൈക്കോളജി നോക്കുമ്പോൾ എന്താണ്, കുട്ടികളുടെ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. ആ ഒരു ഭാഗം, അതായത് ഇപ്പൊ ഒരു 0 to ഇപ്പൊ ജനനം മുതൽ ഇത്ര വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 11 വയസ്സ് അല്ലെങ്കിൽ ഒരു 12 വയസ്സ് വരെ നമുക്ക് നോക്കാം. ആ ഒരു സമയം വരെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സുകൾ, ഓക്കെ, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ അഡൽട്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് കുറെ പ്രോസസ്സുകൾ മനസ്സിലായി, പല പ്രോസസ്സുകളിലൂടെ കടന്നുപോയി ഏകദേശം മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്ന കാറ്റഗറീസ് ആണ് നമ്മൾ അഡൽട്സിൽ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ്, മുതിർന്നവരിനേക്കാളും ചൈൽഡ് സൈക്കോളജി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് കുട്ടികളുടെ മനഃശാസ്ത്രം മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇനി
ഇവിടെ HR ഷഫീർ അദ്ദേഹം തന്റെ പോയിന്റ് ഓഫ് വ്യൂവില് എന്താണ് ചൈൽഡ് സൈക്കോളജി എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? As defined as a scientific study of children's behavior and development. അദ്ദേഹം പറയുന്നത് എന്താണ്? ചൈൽഡ് സൈക്കോളജി എന്താണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? The scientific study. Yes, the scientific study of children's behavior and development. എന്താണ് അപ്പൊ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്? കുട്ടികളുടെ പെരുമാറ്റത്തെയും വികാസത്തെയും കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ് ചൈൽഡ് സൈക്കോളജി. എന്താണ് അദ്ദേഹം പറയുന്നത്? സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. കുട്ടികളുടെ പെരുമാറ്റത്തെയും വികാസത്തെയും പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ സയന്റിഫിക് ആയിട്ടുള്ള പഠനമാണ് എന്ത്? ചൈൽഡ് സൈക്കോളജി. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. കിട്ടിയോ? എന്താണ് ശിശു മനഃശാസ്ത്രം എന്ന് മനസ്സിലായോ? Yes, ma'am. എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്? കുട്ടികളെ കുറിച്ച്. Children's behavior and development. നിങ്ങൾ ഒരിക്കലും ചൈൽഡ് സൈക്കോളജി എന്താന്ന് ചോദിച്ചാൽ കുട്ടികളെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയൊരു നോട്ടിൽ അത് പറഞ്ഞു തീർക്കരുത്. ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. നിങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയരുത്. നമ്മൾ എന്താ പറയുന്നത്? അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ പറയണം. സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. അത് തന്നെ നമുക്ക് പറയാം. പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? കുട്ടികളുടെ പെരുമാറ്റത്തെ കുറിച്ച് ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ്, സയന്റിഫിക് സ്റ്റഡിയാണ് എന്ത്? ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി വരുന്നത് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. ടീച്ചേഴ്സും സൈക്കോളജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധം വേണോ? വേണം. തീർച്ചയായിട്ടും വേണം അല്ലേ? യെസ്. അപ്പൊ ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി ഒന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ഇൻ സിമ്പിൾ ടേംസ് ഇസ് എ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ ഇൻ എ കൺട്രോൾഡ് എൻവയോൺമെന്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിൽ നിന്നുള്ള അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. പ്രവർത്തിക്കാനും കഴിയുന്നതാണ് വിദ്യാഭ്യാസം. ചെറിയൊരു പോയിന്റിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. എന്താണ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാല്? സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. നമ്മൾ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞു വിടുന്ന എന്തിനാണ്? അവർക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാവാൻ അല്ലെ? അവർ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവാൻ. അപ്പൊ നമ്മൾക്കറിയാം, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 1ാം ക്ലാസ്സില് ആ ഒരു അക്കാദമിക് ഇയറില് ആ ഒരു സമയത്ത് പ്രകടനം മാത്രം. സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് ആവുമ്പോൾ എന്താണ്? സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെതായിട്ടുള്ള ഡെവലപ്മെന്റ്സ് കാണിക്കുന്നത് സ്കൂളിൽ നിന്നാണ് കുഞ്ഞിന് കിട്ടുന്നത് അല്ലെ? സ്കൂളിൽ നിന്ന് കിട്ടുന്ന കുറെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നിന്ന് കിട്ടുന്നത്. 3rd സ്റ്റാൻഡേർഡിൽ വരുമ്പോ 1ാം ക്ലാസ്സിലെ ആ ബിഹേവിയർ ആണോ 3rd സ്റ്റാൻഡേർഡിൽ വരുന്നത്? അല്ല. 4th, 5th, 6th, 10th വരെ നിങ്ങളൊന്ന് നോക്കിയേ, കണ്ടോ? അതാണ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് KG സെക്ഷൻ വരെ നമുക്ക് തുടങ്ങാം. 10th, 15 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ എന്താണ് വിദ്യാഭ്യാസ ഘട്ടത്തിൽ അല്ലെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലൂടെ കടന്നു പോവുകയാണ്. ഓരോ വർഷം കഴിയുന്നതോറും എന്തൊക്കെ വരുന്നുണ്ട്? അതിന്റെ ബിഹേവിയറിൽ പലതരത്തിലുള്ള മോഡിഫിക്കേഷൻ, ചേഞ്ചസ്. ഇത് മോഡിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ? ഒരു നിയന്ത്രണ പരിസ്ഥിതിയാണ്. അവിടെ കുട്ടികൾ എന്താണ് ഓരോ വർഷം ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു. നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്ന സമയത്ത് കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മളെല്ലാവരും നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണ്? നമ്മൾ ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞ് പലതരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ പല സ്കൂളുകളില് പല കോളേജസിലൊക്കെ പഠിച്ച് പല അറിവുകളൊക്കെ കടന്നു വന്നിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മള് ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു ബിഹേവിയർ ആണോ നമുക്ക് ഇപ്പോ വന്നിരിക്കുന്നത്? ആ ഒരു സമയത്ത് ഉണ്ടായ ബിഹേവിയർ ആണ് ഇപ്പോഴുള്ളത്? സൈക്കോളജി അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മളുടെ പെരുമാറ്റത്തില് ദിനംപ്രതി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ബിഹേവിയർ ചേഞ്ചസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ യെസ്, വെരി ഗുഡ്. ചെറുഷ പറഞ്ഞോളൂ, താൻ മെസ്സേജ് അയക്കണ്ട, പറഞ്ഞോളൂ ക്ലാസ്സില്.
ഓക്കെ. Yes, education in simple terms is a modification of behavior of children in a controlled environment. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെ ഓരോ ദിവസവും മോഡിഫിക്കേഷൻ സംഭവിക്കുന്നു ഒരു കൺട്രോൾഡ് ആയിട്ട് അത് തന്നെയാണ് ശരിക്കും എന്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ബിഹേവിയറിൽ മാത്രം വ്യത്യാസമല്ല ഉണ്ടാവുന്നത്, അവിടെ എന്ത് ചെയ്യുന്നു, അവരെ ഷേപ്പ് ചെയ്യപ്പെടുന്നത് നമ്മുടെ സ്വഭാവത്തിന് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് to shape the behavior of such and bring positive changes, it is necessary to study the science of behavior. അപ്പോ എല്ലാവർക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്, എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്താണ് ഒരു സ്വഭാവമുണ്ട്. പക്ഷെ ഒരു സ്കൂൾ സിറ്റുവേഷൻസിലേക്ക് വരുന്ന സമയത്ത് ആ സ്വഭാവത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ക്ലാസ് മുറി, കുട്ടികളായിട്ടുള്ള ഇടപെടൽ, അധ്യാപകരായിട്ടുള്ള ഇടപെടൽ, സ്കൂൾ അന്തരീക്ഷമായിട്ടുള്ള ഇടപെടലൊക്കെ വരുന്ന സമയത്ത് അവനുണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ശാസ്ത്രീയമായ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും. മാറ്റമുണ്ട്. അതായത് നമ്മളെ ഷേപ്പ് ചെയ്യപ്പെടുന്നത് അല്ലെ, നമ്മളെ ഷേപ്പ് ചെയ്യുന്ന നമ്മളിപ്പോ ഡ്രസ്സ് ഷേപ്പ് ചെയ്യുന്ന എന്തിനാണ്? നമ്മള് ഡ്രസ്സ് ഷേപ്പ് ചെയ്തിരുന്നത് എന്തിനാ? ഇടുമ്പോൾ ഒരു ഭംഗി ലുക്ക് ആവാനായിട്ട് അല്ലെ. അപ്പൊ നമ്മുടെ ബിഹേവിയർ നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ടു ബി സ്മാർട്ട്. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ സ്കൂളാണ് ഇവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ അധ്യാപകരാണ് കുട്ടികളെ ബിഹേവിയർ ഏറ്റവും കൂടുതൽ ഷേപ്പ് ചെയ്യുന്നത്. അതായത് അവരുടെ പെരുമാറ്റത്തിന് നമ്മളൊന്ന് എന്താ പറയാ ഷേപ്പ് ചെയ്യാന്ന് മലയാളത്തിൽ എന്താ നമ്മളതിന് പറയുന്നത്? അവരുടെ സ്വഭാവത്തിന് ഒരു ഒതുക്കവും മെച്ചൂരിറ്റിയും ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കണം അല്ലെ. ഷേപ്പ് ചെയ്യാൻ പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കണം. അതായത് കറക്റ്റ് ബിഹേവിയർ, ഒരു ഘടന കൊടുക്കുന്നു. യെസ്, വെരി ഗുഡ്. ഘടന, സ്ട്രക്ചർ മീൻസ് ഘടന. ഓക്കെ, അത് തന്നെയാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണോ അപ്പോ സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നത്? പോസിറ്റീവ് ചേഞ്ചസ് ആണ്. ഓക്കെ, our teachers have to understand the children with whom they interact. നിങ്ങളിപ്പോ ക്ലാസ്സിൽ പോയി, നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന്? നമ്മളത് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണോ പോകുന്നത് ക്ലാസ്സിലേക്ക്? യെസ്, നോട്ട് പ്രെഡിക്റ്റബിൾ ആണ് അല്ലെ. നമുക്ക് ഒരിക്കലും അത് പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. അതായത് കുട്ടികൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യും നമ്മളോടെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ബിഹേവിയറിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് കുട്ടികൾ എങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യും നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷെ അധ്യാപകർ എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആൻഡ് സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? കുട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഏത് സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമുക്ക് അറിയാൻ സാധിക്കണം. ഓക്കെ, അതായത് കുട്ടികൾ എന്താണ് അവരുടെ ബാക്ക്, ഓരോ ലേണർ എന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റുഡന്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഓക്കെ, അല്ലാതെ അതിനുശേഷം മാത്രമായിരിക്കണം എന്ത് കണ്ടന്റ് ആണോ പഠിപ്പിക്കാൻ പോകുന്നത് അത് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ക്ലാസ് മുറി കയറി ചെന്ന് പോയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു പോയോ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കലല്ല വേണ്ടത്. ഒരിക്കലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അവരോട് ഇന്ററാക്ട് ചെയ്യണം അല്ലെ. കുട്ടി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഏറ്റവും വലിയൊരു കണ്ടെത്തലുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ പോകും, പഠിപ്പിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകും, എങ്ങനെയെങ്കിലും ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ആരും പോയി ക്ലാസ് എടുക്കരുത്. ഫസ്റ്റ് 2-3 ദിവസം നിങ്ങൾ കഴിഞ്ഞോട്ടെ, നിങ്ങൾ കുട്ടികളായിട്ട് ഇടപെടുക, ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ മനസ്സിലാവും ഏതൊക്കെ കുട്ടികൾ എങ്ങനെയാണ്, അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള നേച്ചർ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം പിന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്ലാസ്സിലെ ആക്ടിവിറ്റിയോ പോയോ സ്റ്റോറിയോ റോൾ പ്ലേയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ എന്താ, നമ്മൾ കുട്ടികളായിട്ട് നല്ല ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ it's necessary that should know how they think, how they react to the environment, the strength and weakness of their personality, etc. അപ്പൊ കുട്ടികളെ അറിയാന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മാത്രമായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? അവരെന്ത് ചിന്തിക്കുന്നു അല്ലെ, കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു പരിസ്ഥിതിയോട് റിയാക്ട് ചെയ്യുന്നത്, എൻവയോൺമെന്റിൽ എങ്ങനെയാണ് കുട്ടികൾ റിയാക്ട് ചെയ്യുന്നത്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, പല സ്വഭാവങ്ങളുള്ളവരായിരിക്കും അല്ലെ. ചില കുഞ്ഞുങ്ങൾക്ക് ഒരു കഴിവില്ലാത്ത കുട്ടികളുണ്ടാവും, വെച്ചാൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവും അല്ലെ. ചിലപ്പോൾ ജനനം മുതൽ അങ്ങനെ തന്നെ സൈലന്റ് ആയിട്ടുള്ള നേച്ചറുള്ള കുട്ടികളുണ്ട്.
നേരെ മറിച്ച് എന്താണ് നമ്മുടെ ഹൈപ്പർ ആക്ടിവിറ്റി ചെയ്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടികൾ, പല ടൈപ്പ് ഓഫ് നേച്ചറുള്ള കുട്ടികളെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഉണ്ടാവുന്നതില്ല, എല്ലാവരും വ്യത്യസ്തരാണ്, ഇന്റലിജന്റ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് കുട്ടികൾ പലതരത്തിലുള്ള ബിഹേവിയർ കാണിച്ചിട്ടില്ല. അവർക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അവരെങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, കുട്ടികളോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ക്ലാസ് മുറിയിൽ എങ്ങനെ ഇരിക്കുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഒബ്സർവ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ കണ്ടന്റിലേക്ക് വരുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷെ ഒരിക്കലും നിങ്ങൾ പോയി അങ്ങനെ പഠിപ്പിക്കരുത് കേട്ടോ. അത് ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു പ്രവണതയാണ് ചെന്ന് കയറുമ്പോൾ തന്നെ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നല്ലൊരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായി നമുക്ക് ജോലി ചെയ്യാന്നുള്ളൊരു, വെറുതെ ജോലിക്ക് പോയി കാശ് ഉണ്ടാക്കാന്നുള്ളൊരു മൈൻഡ് ആണെങ്കിൽ അതൊരു ജോലിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം എന്താണ്, നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം ക്ലാസ് എടുക്കാനുള്ളൊരു ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഓക്കെ, നമ്മൾ മെന്റലി ഫിസിക്കലിയൊക്കെ നമ്മൾ അത് ഇൻവോൾവ് ആയിട്ട് വേണം ഈ ഒരു പ്രൊഫഷൻ. പ്രത്യേകിച്ച് അധ്യാപനം എന്ന് പറയുന്നത് എന്താണ്, മറ്റു പ്രൊഫഷനേക്കാളും ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ അതിൻ്റെതായ ഒരു മഹത്വം ഉൾക്കൊണ്ട് നല്ലൊരു അധ്യാപകരാവാൻ ശ്രമിക്കണം. അതിന് വേണ്ടത് എന്താണ്, കണ്ടന്റ് പഠിപ്പിക്കലല്ല ഏറ്റവും പ്രധാനം, കുട്ടികളെ അറിയലാണ്. കുട്ടികളെ അറിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടന്റ് വളരെ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, അവരെ നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ആ ഒരു സൈക്കോളജിക്കൽ പാത്ത് നിങ്ങൾ എല്ലാവരും തന്നെ പിന്തുടരേണ്ടതാണ്. ഓക്കെ, ഒബ്സർവ് ചെയ്യാനുള്ളൊരു കഴിവ്, ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും. കുട്ടികളെ എങ്ങനെ എപ്പോൾ ബിഹേവ് ചെയ്യുന്നു എന്നത് ഒബ്സർവ് ചെയ്യാനുള്ളത് നമുക്ക് എവിടെ കണ്ണ് വേണം കേട്ടോ. അധ്യാപകർ എന്ന് പറഞ്ഞ ഈ രണ്ട് കണ്ണിലുള്ള കുട്ടികളെ കാണേണ്ടത് നമുക്ക് തലക്ക് ചുറ്റും കണ്ണുകൾ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിസ്സാരമായ ഒരു കാര്യത്തിലല്ല, നിസ്സാരമായ ഒരു പ്രൊഫഷൻ അല്ല നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? കേട്ടിരിക്കുന്നതാണോ അല്ലെങ്കിൽ ബോറടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണോ, എന്താണ്? സൈക്കോളജിക്കലായിട്ട് നിങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുകയും അല്ലെ? അതെ, സത്യമായിട്ടും മാം സൈക്കോളജി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ്. അത് കാരണം ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല സുഖം. നമുക്കറിയാത്തതുകൊണ്ട് തിരിച്ച് മറുപടി പറയാനും അറിയില്ല, അതാണ് പ്രശ്നം. അങ്ങനെയൊന്നുമില്ലല്ലോ, എല്ലാവർക്കും സൈക്കോളജി അറിയാം. ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ എന്തായിരിക്കും? അപ്പൊ മനസ്സിലായ ആക്ഷൻ സോങ്ങിനേക്കാളും സ്റ്റോറിനേക്കാളും ഇമ്പോർട്ടന്റ് അതൊന്നുമല്ല, എന്താണ് കുട്ടികൾ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ക്ലാസ് എടുത്താൽ മതി. ഓക്കെ, സമയമായി 24 പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും നോട്ട്സ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എന്തെങ്കിലും കിട്ടാനുണ്ടോ ക്ലാസ്സിന്റെ? ഏതെങ്കിലും കിട്ടാനുണ്ട് മാം, കുറെ കിട്ടാനുണ്ട്. ഏതാണ് വയ്ക്കുന്ന? ഇപ്പൊ പറയാം. എല്ലാവരും നോട്ട് ചെയ്യണോട്ടത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ട്സ് കിട്ടുന്നുണ്ടോന്ന്? മാമിന്റെ ഒന്നില്ലാന്ന് തോന്നുന്നു, ബാക്കിയുള്ള ടീച്ചേഴ്സ് ആണെന്ന് തോന്നുന്നു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ നോട്ട്സ് കിട്ടിയോ? നോട്ട്സ് ഓർ മോക്ക് ടെസ്റ്റ് മാം? മോക്ക് ടെസ്റ്റ് കിട്ടി മാം. കിട്ടി. ഓക്കെ, പിന്നെ ഏതായിരുന്നു? ഫസ്റ്റ് ചൈൽഡ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. പിന്നെ ഇമോഷണൽ ഡെവലപ്മെന്റിന് കിട്ടിയിരുന്നോ? സോഷ്യോ ഇമോഷണൽ അതിന്റെ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് അപർണ മാം അല്ലേ എടുത്തത്? സോഷ്യോ ഇമോഷണൽ എടുക്കണേ സോഷ്യൽ ഇമോഷൻ ഡെവലപ്മെന്റ് ആതിര മാം എടുക്കുന്നത്. അത് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങളെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ വേണം. നിങ്ങൾ അത് എഴുതിയെടുക്കുന്നില്ലേ മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള? ഇല്ല മാം, ജസ്റ്റ് ചെയ്യുന്നേ. അത് ശരി. ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം പറയാം കേട്ടോ, അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് 10 ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, അതൊന്ന് എഴുതിയെടുക്കാം. കേസ് ഫോണിൽ എന്തെങ്കിലും സംഭവിക്കുക, സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും?
ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് കയ്യിലുണ്ടെങ്കിൽ പഠിക്കാനും ഇഷ്ടമായിരിക്കുള്ളൂ, ബുക്ക് നോക്കി പഠിക്കുകയും ചെയ്യും. വെറുതെ ഫോണിൽ നോക്കിയെന്ന് അത്ര സമയം കളയണ്ട, ഈ കണ്ണിന് വെറുതെ സ്ട്രെയിൻ കൂടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കുക കേട്ടോ. തരുന്ന ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ എഴുതിയെടുക്കണം. Okay, ma'am. മാം അത് നമുക്ക് അറിഞ്ഞില്ലായിരുന്നു മാം, അതുകൊണ്ടാ. ശരി, ഈ സൈൻ ഔട്ട് ഉണ്ടോ? യെസ് മാം മാം. മാം ആക്ടിവിറ്റി പറഞ്ഞില്ലേ പെൻസിൽ ട്രീയുടെ കാര്യം? ഏ ഒരു പെൻസിൽ ട്രീ ആൽഫബറ്റിക് ചെയ്തായിരുന്നോ? ചെയ്തൊന്ന് കാണിച്ചോട്ടെ. കാണിച്ചോളൂ. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഒരു മിനിറ്റ് കേട്ടോ, ചെയ്യട്ടെ. കാണുന്നില്ല കേട്ടോ ആര്യ. കാണുന്നുണ്ട് ഇപ്പൊ. ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ കാണാൻ പറ്റണ്ടോ? യെസ് കാണാം. അതില് ABCD ആണോ? ആര്യ ആൽഫബറ്റ് എഴുതിയിട്ടുണ്ട്, ഞാൻ ചെറുതായിട്ടാ ചെയ്തേ. കാണുന്നില്ല, എവിടെ നോക്കട്ടെ. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ആ letters same colour ആയത് കാരണം കാണാൻ പറ്റുന്നില്ല. അപ്പം ഇത് ആൽഫബറ്റ്സ് എഴുതിയിട്ടുണ്ട്, മനസ്സിലാവാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇതേ കണ്ട Y R ഒക്കെ കാണാം. ഭയങ്കര കണ്ടുപിടുത്തമായിക്കോട്ടെ ആര്യ. നല്ല രസമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇത് എങ്ങനെ തന്നെ ചെയ്താണോ? അല്ലല്ല, മോള് വരച്ചു തന്നതാ, ബാക്കിയല്ല ഞാൻ തന്നെ എഴുതി. വ്യത്യസ്തമായ ആയിപ്പോയത്. ആര്യ പറയുന്നത് നിങ്ങൾ ആരും എന്റെ ലെറ്റേഴ്സ് കാണണ്ട, ഒളിച്ചിരിക്കട്ടെ എന്ന് വെച്ചാൽ. യെസ്, നമുക്ക് പെൻസിൽ ട്രീ എന്നല്ല, വേറെ പേര് ലെറ്റേഴ്സ് ഹൈഡിങ് ട്രീ അങ്ങനെ എന്തെങ്കിലും ഇടാം. വേറെ കളർ കൊടുത്തെങ്കിൽ പിന്നെയും റെഡ് കളർ കൊടുത്താൽ മതി, എന്നാ ഇച്ചിരി കാണും. എന്നാ കളറില്ല ഉദിച്ച് കാണാനായിട്ടാ. കുഴപ്പമില്ല കേട്ടോ, അത് കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ല, പെട്ടെന്ന് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് ലെറ്റേഴ്സ്. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട, മുഖം മാറിയപ്പോ തന്നെ. അയ്യോ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, എനിക്ക് അധികം വരയ്ക്കാൻ അറിയില്ല, അപ്പൊ മോളധികം വരച്ചു തന്നത്, അപ്പൊ അതാണ്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മാം. മാം ആരാ? മാം ഒരു മിനിറ്റ് മാം, ഞാനും വരച്ചിട്ടുണ്ട്. ഓക്കെ, കാണിക്കൂ. ഉഷ. യെസ് മാം. ചെയ്യട്ടെ കേട്ടോ. കാണില്ല, കാണുന്നില്ലല്ലോ. കാണാം മാം. ഒന്ന് ക്യാമറ ഒന്ന് കുറച്ച് ഇതാക്കി വെച്ച്. ഓക്കെ ഓക്കെ. പെൻസിൽ കൊണ്ട് മാത്രമാണോ വരച്ചിരിക്കുന്നത്? കളർ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് മാം, അത് ഇത് റഫായിട്ടാ, നല്ലതായിട്ട് വരയ്ക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. യെസ്. ഐശ്വര്യ. മാം, ഞാനൊരു ഫിലിം റിവ്യൂ പറഞ്ഞോട്ടെ? പറഞ്ഞോ. ഓക്കെ, കുറെ പണ്ട് കണ്ട ഒരു ഫിലിം. എനിക്ക് എന്തോ ഈ ചാപ്റ്റർ എടുത്തപ്പം അത് ഓക്കെ. ഐശ്വര്യ എന്തോ കാണിക്കുന്നുണ്ട്, ഐശ്വര്യ ഒന്ന് കാണിക്കാമോ? ഓക്കെ ഓക്കെ, ഐശ്വര്യ കണ്ടിട്ടോ, കൊള്ളാം, സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഹരിജ പറഞ്ഞോളൂ. ഓക്കെ മാം, ഇത് ഞാൻ കുറെ മുന്നേ കണ്ട ഒരു ഫിലിമാണ്. എന്തോ ഈ ചാപ്റ്ററിന്റെ ഈ ഒരു പോർഷൻ കേട്ടപ്പം എനിക്കത് പറയണം തോന്നി. കാരണം നമ്മൾ ഇനി കുറെ പേര് അടുത്ത മാസം ടീച്ചർ ആവാൻ പോകുന്നതാ. അപ്പം അതിനും കൂടി ആയിട്ട് എനിക്കിപ്പോ എന്തോ പറയാൻ തോന്നിയോണ്ട് ജസ്റ്റ് പറയുന്നതാണ്. ഫിലിമിന്റെ പേര് താരേ ജമീൻ പർ എന്നാണ്. അത് ഒരു 2007 ഓൾമോസ്റ്റ് 2007 റിലീസ് ചെയ്ത ഫിലിമാണ്. അത് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത അമീർ ഖാന്റെ ഫിലിമാണ്. സ്റ്റോറി അമോൽ ഗുപ്ത എന്ന് പറഞ്ഞ ഒരാളുടെ സ്റ്റോറിയാണ്. അത് മെയിനായിട്ട് പറയുന്നത് ഒരു ഇഷാൻ എന്നുള്ള ഒരു കുട്ടിയെ സെൻട്രൈസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. ഇഷാന് ഫാദറും മദറും പിന്നെ ഒരു ബ്രദറും ഉണ്ട്. അവര് ഇഷാൻ ചെറുപ്പത്തിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കരിക്കുലം ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു, എല്ലാ കാര്യങ്ങളും. അത് കാരണം അവന്റെ ടീച്ചേഴ്സ് പാരന്റ്സ് എല്ലാവരും ഓൾമോസ്റ്റ് അവനെ ഇങ്ങനെ
ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവന്റെ എൽഡർ ബ്രദർ എല്ലാത്തിനും നല്ല സ്മാർട്ട് ആയിരുന്നു, എല്ലാത്തിനും ഫസ്റ്റ്, ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾ നല്ലതാണെങ്കിൽ ഒരാൾക്ക് മെയിൻ ആയിട്ട് കുറച്ച് ബാക്കിലാണെങ്കിൽ തന്നെ നമ്മൾ അവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആയിരുന്നു ഈ ഫിലിം. പിന്നെ ഇഷാനെ വേറൊരു ബോർഡിങ്ങിലേക്ക് മാറ്റുന്നതും അവിടെ റാം എന്ന് പറഞ്ഞ ഒരു ആർട്ട് ടീച്ചറായിട്ട് വരുന്നത് ഈ അമീർ ഖാൻ തന്നെയാണ്. അമീർ ഖാൻ വരുന്നതും അവനെ പഠിപ്പിക്കുന്നതും അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഈ ഫിലിം. അതെല്ലാരും മെയിനായിട്ടൊന്ന് കാണണം. ഈ ഇഷാൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവന് കണ്ണിൽ കാഴ്ച കുറവാണ്. അവന്റെ ലെറ്റേഴ്സ് എല്ലാം അവൻ എപ്പോഴും പറയും ആ ഫിലിമില് ലെറ്റേഴ്സ് ആർ ഡാൻസിങ് എന്ന് വെച്ചാൽ അവൻ എഴുതുന്ന കാര്യങ്ങളെല്ലാം ലെറ്റേഴ്സ് എല്ലാം ഡാൻസ് ചെയ്യുന്നത് പോലെ അവന് തോന്നുക. പക്ഷെ അതവനെ അസുഖത്തിന്റെ പേരറിയാവോ? യാ മാം, ഡിസെക്സിയ. ഓക്കെ, ഡിസെക്സിയ. ആ മാം, ഞാൻ കുറെ മുന്നേ കേട്ടത്, എനിക്കത് അത്ര വലിയ ഓർമ്മയില്ല. ബട്ട് അതെന്തോ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തുകൊണ്ട് അത് മനസ്സിലാകുന്നത് ആ ടീച്ചർ, ആസ് എ ടീച്ചർ നമ്മൾ ഓരോരോ സ്റ്റുഡൻസിനെയും സെപ്പറേറ്റ് മനസ്സിലാക്കുകയും അവരെ കാര്യങ്ങൾ തിരിച്ചറിയുകയും വേണം. അവസാനം അവന് അതിൽ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നു. അവൻ നല്ലോണം പഠിക്കുന്നു. അവന് ആർട്ടിലാണ് കുറച്ചും കൂടെ വരയ്ക്കാനുള്ള കഴിവാണ് അവന് കൂടുതലെന്നായിട്ട് അവന്റെ ആ കഴിവ് ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നതാണ് ഫിലിം. അപ്പൊ ബാക്കിയുള്ളവര് ഇത് സ്കൂളിൽ പഠിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് മാം. ഞാനും കണ്ടിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു. ഈ ചാപ്റ്റർ തന്നെ ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ ഈ ചാപ്റ്റർ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു സ്കൂളില്. ഓക്കെ. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് എന്ത് ഡിസബിലിറ്റി ആണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇത് പഠന വൈകല്യം, അത് ബുദ്ധിമാന്ദ്യല്ല, പഠന വൈകല്യം. എഴുത്ത്, വായന, ഈ മാത്സ് തുടങ്ങിയ സബ്ജക്റ്റിലൊക്കെ കുറച്ച് എഴുതാൻ പറ്റില്ല. അതായത് റിട്ടേൺ എഴുതുന്നതിലുള്ള ഒരു ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ന്യൂറോളജിക്കൽ ആയിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ. അതുപോലെ ഡിസ്ഗ്രാഫിയ ഉണ്ട്, ഡിസ്കാൽക്കുലിയ ഉണ്ട്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. മാത്തമാറ്റിക്കൽ എഫിഷ്യൻസി വരുന്ന ഡിസ്കാൽക്കുലിയ. ഓക്കെ, അങ്ങനെ പല ഡിസബിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു റീജ അതിലൂടെ പറഞ്ഞതില്. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you.